ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. 2018-19 വർഷങ്ങളിലെ മാർച്ച് പരീക്ഷയുടെയും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെയും ഈ വർഷത്തെ മോഡൽ എക്സാമിൻ്റെയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്ട്രക്ചേഴ്സ് ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഒരു സ്ട്രക്ചർ ഡെഫിനിഷൻ എഴുതുക, അല്ലെങ്കിൽ പിന്നെ തന്നിട്ടുള്ള സ്ട്രക്ചർ ഡെഫിനിഷനിലെ എറേഴ്സ് കണ്ടെത്തി തിരുത്തുക, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് എറി. മാർച്ച് 2018 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യമാണ് ഐഡൻറ്റിഫൈ ആൻഡ് കറക്റ്റ് എറേഴ്സ് ഇൻ ദി ഫോളോയിങ് കോഡ് ഫ്രാഗ്മെൻറ്റ്. ഇവിടെ കോഡ് ഫ്രാഗ്മെൻറ്റിലെ ആദ്യത്തെ ലൈനിൽ തന്നെ നോക്കുമ്പോൾ സ്ട്രക്റ്റ് എന്നുള്ള കീവേഡ് സ്മോൾ ലെറ്റേഴ്സിലാണ് എഴുതേണ്ടത്. ഇവിടെ എസ് ക്യാപിറ്റൽസിലാണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ ആൻസർ ഷീറ്റിൽ ഈ കംപ്ലീറ്റ് കോഡ് തിരുത്തി എഴുതണം. നമ്മൾ വരുത്തിയിട്ടുള്ള തിരുത്തലുകളുടെ അവിടെ പെൻസിൽ കൊണ്ട് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് എറർ, ഫ്ലോട്ട് മാർക്ക് ഈക്വൽസ് 100. നമുക്ക് ഒരിക്കലും ഒരു സ്ട്രക്ചർ ഡെഫിനേഷനിൽ തന്നെ ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ മാർക്ക് ഈക്വൽസ് 100 എന്ന് എഴുതി കൊടുത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഈക്വൽസ് 100 വേണ്ട. പിന്നെയുള്ളൊരു എറർ എന്ന് പറയുന്നത് സ്ട്രക്ചർ ടാഗ് നൽകിയിട്ടില്ല. സ്ട്രക്ചർ ടാഗ് ഇല്ലാതെയും എഴുതാം, പക്ഷെ അങ്ങനെ സ്ട്രക്ചർ ടാഗ് ഇല്ലാത്തൊരു സ്ട്രക്ചർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചർ വേരിയബിളെങ്കിലും അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും ഒരു എററായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഒന്നെങ്കിൽ സ്ട്രക്ചർ ടാഗ് വേണം, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ വേരിയബിൾ. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ടാഗ് കൊടുക്കാം, അല്ലെങ്കിൽ സ്ട്രക്ചർ വേരിയബിൾ S1 എന്നുള്ളത് ഏതെങ്കിലും ഒന്ന് നൽകിയാൽ മതി. ഇതിൽ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനമിക് മെമ്മറി അലൊക്കേഷൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്, പക്ഷേ ചിലപ്പോൾ ഇത് 3 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് 3 ഡിഫറൻസസ് എങ്കിലും പഠിച്ചു വയ്ക്കുക. 2 മാർക്കിൻ്റെ ആണെങ്കിൽ 2 എണ്ണം എഴുതിയാൽ മതി. സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷനിൽ മെമ്മറീസ് അലൊക്കേറ്റഡ് ഡ്യൂറിങ് കമ്പൈൽ ടൈം, ഡൈനമിക് മെമ്മറി അലൊക്കേഷനിൽ മെമ്മറീസ് അലൊക്കേറ്റഡ് ഡ്യൂറിങ് റൺ ടൈം. സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷനിൽ പോയിൻറ്റർ ആവശ്യമായിട്ട് വരുന്നില്ല, പക്ഷേ ഡൈനമിക്കിൽ അതൊരു മസ്റ്റാണ്. സ്റ്റാറ്റിക്കിന് പ്രത്യേകിച്ച് ഒരു ഓപ്പറേറ്ററൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡൈനമിക് മെമ്മറി അലൊക്കേഷനിൽ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് മെമ്മറി അലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഉദാഹരണങ്ങളും നൽകാവുന്നതാണ്. നെക്സ്റ്റ്, മെമ്മറി ഡി അലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഡൈനമിക് മെമ്മറി അലൊക്കേഷനിൽ ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കണം. സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷനിൽ അതിൻ്റെ ആവശ്യം ഇല്ല. അടുത്ത ചോദ്യം 3 മാർക്കിനുള്ള ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ബൈഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ആ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷയിൽ വരുന്ന ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കോഡ് ഫ്രാഗ്മെൻറ്റ് നോക്കിയിട്ട് വേണം ഔട്ട്പുട്ട് കണ്ടെത്താനായിട്ട്. അതിൽ ആദ്യത്തെ ലൈനിൽ ഇൻറ്റ് എ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് ഈക്വൽസ് ഓപ്പണിംഗ് ബ്രേസസ് 5, 10, 15, 20, 25 ക്ലോസിംഗ് ബ്രേസസ് സെമിക്കോളൻ. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു ഇൻറ്റീജർ അറേ ഡിക്ലെയർ ചെയ്യാണ് ചെയ്തേക്കുന്നത്. ആ ഇൻറ്റീജർ അറേയിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? 5 എലിമെൻറ്റ്സ്. പക്ഷേ അത് നമ്മളവിടെ സൈസിൽ നൽകിയിട്ടില്ല, കാരണം ആ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് ഇനീഷ്യൽ വാല്യൂസ് അസൈൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻറ്റ് ആസ്ട്രിക് പി ഈക്വൽസ് എ. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് പോയിൻറ്റർ വേരിയബിളാണ്. അതിലേക്ക് എയുടെ ബേസ് അഡ്രസ്സാണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സി ഔട്ട് ആസ്ട്രിക് പി. ആസ്ട്രിക് പി അതായത് വാല്യൂ അറ്റ് പി. വാല്യൂ അറ്റ് പി എന്ന് പറയുമ്പോൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് അഡ്രസ്സാണ് കിട്ടുക. ഈ അറേയുടെ ബേസ് അഡ്രസ്സ്. ബേസ് അഡ്രസ്സിൽ ഫസ്റ്റ് എലിമെൻ്റാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് എലിമെൻറ്റ് ഏതാണ്? 5 ആണ്. അപ്പോൾ വാല്യൂ അറ്റ് പി എന്ന് പറയുമ്പോൾ 5 ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സി ഔട്ട് ആസ്ട്രിക് പി പ്ലസ് 1. ആസ്ട്രിക് പി എന്താണ്? 5 പ്ലസ് 1 ചെയ്യുമ്പോൾ 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാണുമ്പോൾ ബിയും സിയും ഒരേപോലെ തന്നെ ഉണ്ട് അല്ലേ, പക്ഷേ ഒരു പാരാന്തസിസ് ഉണ്ട് അവിടെ. സി ഔട്ട് ആസ്ട്രിക് ഓഫ് പി പ്ലസ് 1, അല്ലെങ്കിൽ ആസ്ട്രിക് ഓപ്പണിംഗ് പാരാന്തസിസ് പി പ്ലസ് 1 ക്ലോസിങ്. അപ്പോൾ പി പ്ലസ് 1 എന്നുള്ളത് പാരാന്തസിസിൻ്റെ ഉള്ളിലാണ്. അത് ആദ്യം ചെയ്യണം, എന്നിട്ട് വേണം അതിലേക്ക് ആസ്ട്രിക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എന്താ? ഈ അറേയുടെ ബേസ് അഡ്രസ്. +1 എന്ന് പറയുമ്പോഴോ
നെക്സ്റ്റ് എലിമെൻറ്റിൻ്റെ അഡ്രസ്സ്. നെക്സ്റ്റ് എലിമെൻറ്റ് അഡ്രസ്സിലുള്ള വാല്യൂ, അതായത് നെക്സ്റ്റ് എലിമെൻറ്റ് തന്നെ. അപ്പോൾ നെക്സ്റ്റ് എലിമെൻറ്റ് ഏതാണ്? 10. 10 ഇവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇനി നമുക്ക് മാർച്ച് 2019 ചോദ്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചോദ്യത്തിൽ തന്നെ സ്ട്രക്ചറിൻ്റെ പേരെന്തായിരിക്കണം, എലിമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഒന്ന് വായിക്കാം. ഡിഫൈൻ എ സ്ട്രക്ചർ നെയിംഡ് ടൈം. അപ്പോൾ സ്ട്രക്ചറിൻ്റെ പേര് ടൈം എന്നാണ് കൊടുക്കേണ്ടത്. വിത്ത് എലിമെൻറ്റ്സ് അവർ, മിനിറ്റ് ആൻഡ് സെക്കൻഡ്. അപ്പോൾ 3 എലിമെൻറ്റ്സ് ആണ് ഇതിലുള്ളത്. അവർ, മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇൻറ്റ് ഡേറ്റ ടൈപ്പ്, 1 മണിക്കൂർ, 2 മിനിറ്റ്, 10 സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇൻറ്റ് ഡേറ്റ ടൈപ്പ് ഉപയോഗിക്കാം. ഷോർട്ട് ഉപയോഗിച്ചാലും മതി. ഇവിടെ ഇൻറ്റാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഡെഫിനിഷൻ എഴുതുമ്പോൾ സ്ട്രക്ചർ ഡെഫിനിഷൻ മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് സ്ട്രക്ട് കീവേഡ്. സ്ട്രക്ട് കീവേഡിൽ എല്ലാ ലെറ്റേഴ്സും സ്മോൾ ലെറ്റർ ആയിരിക്കും. അപ്പോൾ സ്ട്രക്ട് കീവേഡ് എഴുതി. സ്ട്രക്ചർ ടാഗ് ഏതാണ്? ടൈം എന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ടൈം എന്നുള്ള സ്ട്രക്ചർ ടാഗ് എഴുതി. ഓപ്പണിംഗ് ബ്രേസസ്, അത് കഴിഞ്ഞിട്ട് എലിമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓരോ എലിമെൻറ്റും അതിൻ്റെ ഡേറ്റ ടൈപ്പും ലിസ്റ്റ് ചെയ്യുന്നു. ഇൻറ്റ് അവർ സെമിക്കോളൻ, ഇൻറ്റ് മിനിറ്റ് സെമിക്കോളൻ, ഇൻറ്റ് സെക്കൻഡ് സെമിക്കോളൻ, അത് കഴിഞ്ഞാൽ ക്ലോസിംഗ് ബ്രേസസ് സെമിക്കോളൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ 3 മാർക്കിനെ കണ്ട ഒരു ചോദ്യവുമായിട്ട് വളരെ സാമ്യമുള്ള ചോദ്യമാണ്. ഇവിടെ പക്ഷേ അത് 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 മാർക്ക് ഇതിൽ നിന്ന് നേടാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കോഡ് ഇൻറ്റ് എ ഓഫ് 5 ഈക്വൽസ് 10, 15, 20, 25, 30. ഇൻറ്റ് ആസ്ട്രിക് പി ഈക്വൽസ് എ. ഇപ്പോൾ ഇത് ആസ്ട്രിക് പി ഈക്വൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? Base address of array A is assigned to the pointer variable P. Cout asterisk of P plus 2 എന്ന് പറയുന്നതിൻ്റെ വ്യാഖ്യാനം എങ്ങനെയാണ്? വാല്യൂ അറ്റ് ബേസ് അഡ്രസ് പ്ലസ് 2. ബേസ് അഡ്രസ്സിൻ്റെ കൂടെ +1 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? സെക്കൻഡ് എലിമെൻറ്റിൻ്റെ അഡ്രസ്സ്. +1 കൂടിയും ചെയ്താലോ? തേർഡ് എലിമെൻറ്റിൻ്റെ അഡ്രസ്സ്. അപ്പോൾ വാല്യൂ അറ്റ് തേർഡ് എലിമെൻറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ തേർഡ് എലിമെൻറ്റ് തന്നെയാണ്. തേർഡ് എലിമെൻറ്റ് ഏതാണ്? 20. 20 ആണ് ഇവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Cout ആസ്ട്രിക് P plus 3. അപ്പോൾ ആദ്യം ആസ്ട്രിക് P കണ്ടെത്തണം. അതിൻ്റെ കൂടെ +3 ചെയ്യണം. ആസ്ട്രിക് P എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ അറ്റ് ബേസ് അഡ്രസ്. വാല്യൂ അറ്റ് ബേസ് അഡ്രസ്. ബേസ് അഡ്രസ്സ് ഫസ്റ്റ് എലിമെൻറ്റിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ വാല്യൂ അറ്റ് ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതിൽ തന്നിട്ടുള്ള കോഡിൽ 10 ആണ്. 10 + 3 അപ്പോൾ 13. മാർച്ച് 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ ആൻഡ് ഡൈനമിക് മെമ്മറി അലൊക്കേഷൻ? ഇവിടെയും അത് തന്നെയാണ് ചോദിച്ചേക്കുന്നത്, പക്ഷേ കുറച്ചും കൂടി ട്രിക്കി ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെമ്മറി അലൊക്കേഷൻസ് യൂസ്ഡ് ഇൻ C++? എക്സ്പ്ലെയിൻ. അപ്പോൾ നമുക്ക് ഈ പേരുകൾ കിട്ടണം. സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ, ഡൈനമിക് മെമ്മറി അലൊക്കേഷൻ. പിന്നെ ഏതെങ്കിലും 2 ഡിഫറൻസും കൂടി എഴുതിയാൽ മതി. ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് വരാവുന്ന വേറൊരു ചോദ്യം, വാട്ട് ഈസ് സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ, ഗിവൻ എക്സാമ്പിൾ, അല്ലെങ്കിൽ വാട്ട് ഈസ് ഡൈനമിക് മെമ്മറി അലൊക്കേഷൻ, ഗിവൻ എക്സാമ്പിൾ. ഇപ്പോൾ എക്സാമ്പിളും കൂടി പഠിച്ചു വെക്കണം. ഫെബ്രുവരിയിൽ നടന്ന മോഡൽ എക്സാമിലും ചാപ്റ്റർ 1 നിന്ന് 7 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ കമ്പൈൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ അണ്ടർ എ സിംഗിൾ യൂണിറ്റ്. അപ്പോൾ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷനാണ് അവിടെ തന്നിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആയിട്ടും വരാവുന്നതാണ്. ഡാഷ് കമ്പൈൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ അണ്ടർ എ സിംഗിൾ യൂണിറ്റ്. ക്വസ്റ്റ്യനിലേക്ക് വരാം. റൈറ്റ് എ സ്ട്രക്ചർ ഡെഫിനിഷൻ ഇൻ C++ വിച്ച് ഇൻക്ലൂഡ്സ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്, അഡ്മിഷൻ നമ്പർ, നെയിം, ഏജ് ആൻഡ് വെയ്റ്റ്. അപ്പോൾ ഇവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറാണ്. സ്ട്രക്ചർ ടാഗ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു നെയിം എടുക്കാം. എലിമെൻറ്റ്സ് അഡ്മിഷൻ നമ്പർ, നെയിം, ഏജ് ആൻഡ് വെയ്റ്റ് ആണ്. അപ്പോൾ അഡ്മിഷൻ നമ്പർ എന്നുള്ളത് അഡ്മിഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഐഡൻറ്റിഫയർ നെയിമിംഗ് റൂൾസ് ഓർക്കണം. വൈറ്റ് സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല. അതൊറ്റ വേർഡായിട്ടോ അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ ഇട്ടിട്ടോ എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ അതിന് ഒരു ചുരുക്കപ്പേര് നൽകാവുന്നതാണ്. ഒരു സ്ട്രക്ചർ ഡെഫിനിഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്ട്രക്ട് കീവേഡ് സ്മോൾ ലെറ്റേഴ്സിൽ എഴുതണം. അതിൻ്റെ സ്ട്രക്ചർ നെയിം നൽകണം. പിന്നെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസസിൻ്റെ ഉള്ളിൽ തന്നിട്ടുള്ള എലിമെൻറ്റ്സ് അതിന് അനുയോജ്യമായ ഡേറ്റ ടൈപ്സ് ഉപയോഗിച്ചുകൊണ്ട് ലിസ്റ്റ് ചെയ്യണം. പിന്നെ സ്ട്രക്ചർ ഡെഫിനിഷൻ മസ്റ്റ് എൻഡ് വിത്ത് എ സെമിക്കോളൻ. ഇവിടെ നെയിമിന് ക്യാരക്ടർ അറേയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വെയ്റ്റിന് ഫ്ലോട്ട് ഡേറ്റ ടൈപ്പാണ്.
അടുത്ത ചോദ്യം, ഡൈനമിക് മെമ്മറി അലൊക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്, അവയുടെ ഫങ്ഷൻസ് എന്താണ്? ഡൈനമിക് മെമ്മറി അലൊക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ന്യൂ ആൻഡ് ഡിലീറ്റ്. ന്യൂ ഓപ്പറേറ്റർ മെമ്മറി ഡൈനമിക്കായിട്ട് അലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡൈനമിക്കലി അലൊക്കേറ്റഡ് മെമ്മറീനെ ഡിലീറ്റ് ചെയ്യാനാണ് ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അടുത്തത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ എറേ ആൻഡ് സ്ട്രക്ചർ. ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് 3 ഡിഫറൻസസ്. ഓരോ ഡിഫറൻസസിനും 1 മാർക്ക് വീതമായിരിക്കും ലഭിക്കാം. അപ്പോൾ എറേ എന്ന് പറഞ്ഞാൽ എന്താ? കളക്ഷൻ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് സെയിം ഡേറ്റ ടൈപ്പ്. സ്ട്രക്ചർ കളക്ഷൻ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്പ്. എറേ ഒരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പാണ്. സ്ട്രക്ചർ ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. എറേ എലിമെൻറ്റ്സ് എറേ ഇൻഡെക്സ് വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. സ്ട്രക്ചറിലെ എലിമെൻറ്റ്സ് ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്സസ് ചെയ്യുന്നത്. ഇനി 2019 ഇംപ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. താഴെ തന്നിട്ടുള്ള സ്ട്രക്ചർ ഡെഫിനിഷനെ ബേസ് ചെയ്തിട്ടുള്ള 2 ചോദ്യങ്ങളാണ് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ സ്ട്രക്ചർ ഡെഫിനിഷൻ നോക്കുമ്പോൾ സ്ട്രക്റ്റ് കീവേഡ് എസ് ക്യാപിറ്റലാണ്. പക്ഷേ ചോദ്യം എറർ കണ്ടെത്താനല്ല, അതുകൊണ്ട് തന്നെ നമ്മളത് കാര്യമാക്കണ്ട. റൈറ്റ് എ C++ സ്റ്റേറ്റ്മെൻറ്റ് ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ വേരിയബിൾ. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് എഴുതേണ്ടത്. നമുക്കറിയാം സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. അപ്പോൾ ആ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ സ്ട്രക്ചറിൻ്റെ പേരെന്താണ്? കോംപ്ലക്സ്. അപ്പോൾ കോംപ്ലക്സ് എന്നുള്ളതാണ് ഡേറ്റ ടൈപ്പ്. ആ ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വേരിയബിൾ ഏതെങ്കിലും ഒരു വാലിഡ് ഐഡൻറ്റിഫയർ നെയിം അവിടെ നൽകിയാൽ മതി. അപ്പോൾ ഇവിടെ കോംപ്ലക്സ് C1. അടുത്ത ചോദ്യത്തിൽ 15 എന്നുള്ള വാല്യൂ സ്ട്രക്ചർ വേരിയബിൾ റിയലിലേക്ക് അസൈൻ ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എഴുതേണ്ടത്. എങ്ങനെയാണ് സ്ട്രക്ചർ എലിമെൻറ്റ്സ് ആക്സസ് ചെയ്യുക? സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലിമെൻറ്റ് നെയിം. അപ്പോൾ ഇവിടെ സ്ട്രക്ചർ വേരിയബിൾ C1 ആണ്. ഏതാണ് എലിമെൻറ്റ്? റിയൽ. അതിലേക്ക് എന്ത് വാല്യൂ അസൈൻ ചെയ്യേണ്ടത്? 15. അപ്പോൾ C1 ഡോട്ട് റിയൽ ഈക്വൽസ് 15 സെമിക്കോളൻ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആസ്ട്രിക് ആൻഡ് ആംബേഴ്സൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഇൻ പോയിൻറ്റേഴ്സ്? എന്താണ് പോയിൻറ്റർ? മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ളൊരു വേരിയബിളാണ് പോയിൻറ്റർ. ആസ്ട്രിക് എന്താണ്? വാല്യൂ അറ്റ് ഓപ്പറേറ്റർ. അതായത് പോയിൻറ്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള അഡ്രസ് ലൊക്കേഷനിലുള്ള വാല്യൂ ആക്സസ് ചെയ്യാനുള്ള ഓപ്പറേറ്ററാണ് ആസ്ട്രിക്. ആംബേഴ്സൻറ്റോ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അത് ആ പോയിൻറ്റർ വേരിയബിളിൻ്റെ അഡ്രസ്സ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. എറേ ആൻഡ് സ്ട്രക്ചർ തമ്മിലുള്ള ഡിഫറൻസ് 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണില്ല. നെക്സ്റ്റ് 2018 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ, വാട്ട് ഈസ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ? ഒരു സ്ട്രക്ചർ ആ സ്ട്രക്ചറിലേക്ക് തന്നെ പോയിൻ്റ് ചെയ്യുന്നതിനെയാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ചോദ്യത്തിൽ തന്നിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ 10 എന്നുള്ളത് പാരാന്തസിസിലാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിൽ 10 എന്നുള്ളത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ന്യൂ ഇൻറ്റ് ഓഫ് 10 പാരാന്തസിസിൻ്റെ ഉള്ളിൽ എഴുതുമ്പോൾ ന്യൂ ഇൻറ്റ് ഓപ്പണിംഗ് പാരാന്തസിസ് 10 ക്ലോസിംഗ് പാരാന്തസിസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഡൈനമിക്കായിട്ട് അലോക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് 10 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്ത് നൽകുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ന്യൂ ഇൻറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് 10 ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ ഇവിടെ 10 എലിമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാവുന്ന ഒരു ഇൻറ്റീജർ എറേ ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് തന്നെ ഇവിടെ കാണിച്ചിട്ടുള്ളതുപോലെ ഡയഗ്രമാറ്റിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്താലും മാർക്ക് കിട്ടും. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊരു 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് എ പോയിൻറ്റർ ഇൻ C++? എന്താണ് പോയിൻറ്റർ? മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ളൊരു വേരിയബിളാണ് പോയിൻറ്റർ. ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഡിക്ലെയർ എ പോയിൻറ്റർ ആൻഡ് ഇനീഷ്യലൈസ് വിത്ത് ദി നെയിം ഓഫ് യുവർ കൺട്രി നെയിം ഇന്ത്യ എന്നുള്ളത് സ്റ്റോർ ചെയ്യാനുള്ളൊരു പോയിൻറ്റർ വേരിയബിളാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്തായിരിക്കും? ക്യാർ ആസ്ട്രിക് നെയിം ഈക്വൽസ് വിതിൻ ഡബിൾ കോട്ട്സ് ഇന്ത്യ.